ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഫ്ലവറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു റെഡ് കളർ പേപ്പർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു അടയാളത്തിലുള്ള മാർക്കിങ്ങും നിങ്ങൾക്ക് ആക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്കെയിലിട്ട് വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് വീണ്ടും കുറച്ച് വീതി ബാലൻസ് വന്നിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് വരെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാതെ കട്ട് ചെയ്യാം, പക്ഷേ ഫോൾഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഇഷ്ടമാണ് എത്രയൊക്കെയാണ് മടക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മടക്കാം. അപ്പോൾ ഏറ്റവും കുറവ് വരെ നമുക്ക് മടക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കത്രിക യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആ വരച്ചിട്ടുള്ള ആ ഒരു ലൈന് വരെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനപ്പുറം കട്ട് ചെയ്ത് പോയാൽ പിന്നെ പേപ്പർ കട്ടായി പിന്നെ നമ്മളെ വീതിയൊക്കെ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ലൈൻ വരെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫിനിഷ് ആക്കി എടുത്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ ലൈൻസും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ലൈൻസിൽ അതിങ്ങനെ ചുരുട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നും ചുരുട്ടിയെടുക്കാം. അപ്പോൾ ചുരുട്ടിയെടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ചുരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മെലിഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കോ യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചുരുട്ടിയെടുക്കാവുന്നതാണ്. പക്ഷേ കൈയേറ്റ് ആക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പിന്നെ ലൈന് വരെ നമ്മൾ ചുരുട്ടിയെടുക്കണം എന്നില്ല. ലൈന് വരെ ചുരുട്ടിയെടുത്താലും അതിങ്ങനെ ഓരോന്നായി ഇളകുമ്പോഴൊക്കെ ഇങ്ങനെ നീർന്ന് വരുമല്ലോ. അപ്പോൾ നമുക്കിഷ്ടമുള്ളത്ര വരെ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതിൻ്റെ ടോട്ടലും നമ്മൾ മുഴുവനായിട്ടും ലാസ്റ്റ് വരെ തന്നെ നമ്മളിത് ചുരുട്ടി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ചുരുട്ടിയെടുത്ത് കഴിയുമ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം നല്ല ഇത് കിട്ടും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കേണ്ടത്, ഇതിൻ്റെ സ്റ്റെമ്മായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രീൻ കളർ പേപ്പർ നമുക്ക് ചുരുട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ചുരുട്ടാനിപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പഠിക്കും. ഞാൻ എല്ലാ വീഡിയോസിലും ചുരുട്ടുന്നത് കാണിക്കാറുണ്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്കിത് ചുരുട്ടിയെടുക്കാം. നിങ്ങൾക്കിഷ്ടമാണ് എത്ര നീളം വേണമെന്നനുസരിച്ചിട്ടുള്ള പേപ്പറിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഇത് A4 സൈസ് പേപ്പറാണ്. അപ്പോൾ അത് ഫുള്ളായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇത് റോൾ ചെയ്തിട്ട് നമ്മൾ അവസാനം എത്തുമ്പോൾ അറിയാമല്ലോ, അത് നമ്മൾ പശ തേച്ച് ഒട്ടിക്കും. അപ്പോൾ നമുക്കിനി ഇവിടെ പശ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പശ തേച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിക്ക് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കിലോ അല്ലെങ്കിൽ ആ പൂവിൻ്റെ ആ സൈഡിലോ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് മതി നമ്മൾ പശ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റിക്കിലാണ് പശ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പൂവ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് റോളാക്കി വെച്ചത് അതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റോൾ ചെയ്തെടുത്ത് അവസാനം എത്തുമ്പോൾ പശ തേച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതൊക്കെ നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് റോൾ ചെയ്ത് കൊടുത്തിട്ട് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് കുറച്ച് നീളം കൂടുതൽ ആയത് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാം.
ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫ്ലവർ കണ്ടോ, നല്ല ഭംഗിയാണിത് കാണാൻ. നമുക്കിങ്ങനെ ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയില്ല, അപ്പം അതിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാം. നെക്സ്റ്റ് ഫ്ലവറിൽ നമ്മളൊരു ബ്ലൂ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മൾ നേരത്തെ സ്കെയിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ അടയാളം എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് നന്നായി അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിലൊരു മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മാർക്കിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും സിമ്പിൾ എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി നീറ്റായിട്ടും സിമ്പിളായിട്ടും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് പെൻസിൽ ഇതിൽ ചെയ്യുന്നതിനേക്കാളും. ഓക്കെ, അത് നമുക്കിതിനെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് വീതിയിലുള്ള നമ്മളിപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് രണ്ടും ഏകദേശം സെയിം ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഏകദേശമൊക്കെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ല അതുപോലെ കട്ടൊക്കെ ചെയ്യുകയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇത് മുഴുവനായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാ പോലെ കട്ട് ചെയ്യാം. ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കുറച്ചും നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ സിമ്പിൾ എന്ന് പറയുന്നത് മറ്റേ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീതിയും മെലിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനും ലാസ്റ്റ് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ആ ലൈന് വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് പോയാൽ പിന്നെ നമുക്ക് ആ പേപ്പർ തന്നെയുണ്ട് ആ സൈഡാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെച്ചിട്ടുള്ള ആ മാർക്ക് വരെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. അപ്പം നമുക്കിനി ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കാം. ഇത്രയും വലിയ പേപ്പറൊന്നും വേണ്ട, ഒരു ചെറിയ വളരെ ചെറിയ കഷ്ണം പേപ്പർ മാത്രം നമുക്കിതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഞങ്ങൾ കണ്ടല്ലോ കുറച്ച് വീതിയിൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം, ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പശ തേച്ച് കൊടുക്കണം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് പശ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പശ തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ബ്ലൂ കളർ പേപ്പറിലായാലും ഈ ഒരു മഞ്ഞ കളറിലായാലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പശ തേച്ച് കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ച് ഉറപ്പിച്ച് വെക്കാം. നന്നായി അമർത്തി കൊടുത്താൽ ഇത് നന്നായി സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. അപ്പോൾ അതിന് നന്നായി അമർത്തി കൊടുത്തിട്ട് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് റോൾ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്കത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അവസാന ഭാഗം നമുക്ക് എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോള് ചെയ്ത് മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ആ പശയിൽ തന്നെ അത് ഒട്ടിക്കണം. നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു വേറെ പശ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ഒറ്റയ്ക്ക് തന്നെ അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും കണ്ടോ. അപ്പോൾ നമ്മുടെ റോൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിക്ക് ഇനിയിപ്പോൾ ഉണ്ടാക്കി കാണിച്ച് തരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഓൾറെഡി ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്നില്ല. നേരത്തെ മറ്റേ അതിലും കുറേ വീഡിയോസിലൊക്കെ ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റിക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ
പശ തേച്ച് ചേർത്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കുകയാണ് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്കത് എന്തായാലും ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ കുറച്ച് പശ ഒന്നെങ്കിൽ സ്റ്റിക്കിൽ അല്ലെങ്കിൽ ആ കളർ നമ്മൾ ഉണ്ടാക്കാൻ വെച്ചുന്ന ആ കളർ പേപ്പറിൽ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് നന്നായി ഒട്ടിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗത്തുമ്പോൾ നമ്മൾ പശ തേച്ച് കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ പൂവ് ഇങ്ങനെ നീർത്തി കൊടുക്കണം. അപ്പോഴാണ് ആ യെല്ലോ ഭാഗം കാണുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നന്നായി നീർത്തി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ആ സംഭവം കാണുള്ളൂ. അപ്പം യെസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ ഫ്ലവർ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ യെല്ലോ കളർ, അപ്പോൾ അതും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഭംഗി കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ചേർത്ത് ഒട്ടിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ഇതിൻ്റെ നീളം കുറക്കുകയാണ്. ചെറിയ സ്റ്റെമ്മേ നമുക്കതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നീളം കുറച്ചിട്ട് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലവർ. അപ്പം ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.